നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ രാജ്യങ്ങളിലൊന്നാണ് സിംഗപ്പൂർ. വളരെയധികം ഫാസ്റ്റ് മൂവിംഗ് സിറ്റി കൂടിയാണ് ഈ നഗരം. ക്ലീൻ സിറ്റി എന്ന വിശേഷണവും സിംഗപ്പൂരിന് സ്വന്തം. അങ്ങനെ ഒത്തിരി വിശേഷണങ്ങളുണ്ട് ഈ നഗരത്തിന്. എന്നാൽ സിംഗപ്പൂരിലെ 1000-ഓളം ജനങ്ങൾക്ക് താമസ സ്ഥലമില്ല എന്ന് പറഞ്ഞാലോ ഒരു പക്ഷേ വിശ്വസിക്കാൻ ഏറെ പ്രയാസമാകും. അത്തരത്തിൽ വീടില്ലാത്തവർക്ക് അഭയമായി ഒരു മസ്ജിദ് മാറിയിട്ടുണ്ട്. വാർത്തയിലേക്ക്. സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിലാണ് 1000-ഓളം ജനങ്ങൾ തെരുവുകളിലാണ് ഉറങ്ങുന്നതെന്ന് കണ്ടെത്തിയത്. അതിൽ കൂടുതലും കഴിഞ്ഞ 6 വർഷമായി താമസ സ്ഥലം ഇല്ലാത്ത പ്രായം ചെന്ന മനുഷ്യരാണ്. ജോലികളുടെ അഭാവം, ശമ്പളക്കുറവ്, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അത്തരമൊരു സാഹചര്യത്തിലാണ് സിംഗപ്പൂരിലെ 200 വർഷത്തോളം ചരിത്രമുള്ള മസ്ജിദ് വീടില്ലാത്തവർക്ക് താൽക്കാലിക അഭയമായി മാറിയത്. അവർക്ക് രാത്രി 10 മണി മുതൽ രാവിലെ 7 മണി വരെ പള്ളിയിൽ പ്രത്യേകം സജ്ജീകരിച്ച മുറിയിൽ ഉറങ്ങാവുന്നതാണ്. പടച്ചവനെ വണങ്ങാൻ മാത്രമല്ല, ഇത്തരം ജനങ്ങളെ സഹായിക്കേണ്ടതും തങ്ങളുടെ കടമയാണെന്നാണ് മസ്ജിദ് സുൽത്താൻ മുഹമ്മദ് ഐസുദ്ദീൻ ജമാലുദ്ദീൻ പറയുന്നത്. 5 ആളുകളെ ഉൾക്കൊള്ളാനാവുന്ന റൂമാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഇത് കുറച്ചും കൂടെ വിപുലീകരിച്ച് കൂടുതൽ ആൾക്കാർക്ക് താമസ സൗകര്യം ഒരുക്കാനാണ് ഇവർ ഒരുങ്ങുന്നത്. എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണ് സിംഗപ്പൂരിലെ ഈ മസ്ജിദ് അധികൃതർ നടപ്പാക്കുന്നത്. പ്രവാസി മലയാളിയിൽ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.